ഹലോ ചങ്ങായീസ്, ഇന്ന് നമുക്ക് KFCയിലൊക്കെ കിട്ടുന്ന രീതിയിൽ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലൊരു KFC ആക്കിയാലോ. ഇത് ഈസിയാണ് ആക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ ഈസി ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ എടുക്കുന്നുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാലോട് ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ചേർക്കുന്നത്. പിന്നെ ഈ ഒരു പാല് ബട്ടർ മിൽക്ക് ആക്കി മാറ്റണം. വളരെ സിമ്പിളാണ്. നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങനീര് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നാരങ്ങനീര് ഇല്ലാന്നാണെങ്കിൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ വിനാഗിരിയോ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസും കൂടി ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഇവരൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ മാത്രമായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ കുറച്ച് സവോള, കുറച്ച് ഇഞ്ചിയാണ്. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ച് മാറ്റി വെക്കുക. പിന്നെ ഞാൻ ചിക്കനിലേക്ക് 2 മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കാവുന്നതാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർക്കുന്നത്. അത് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മൈദപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി ചേർക്കുന്ന നല്ലൊരു കോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് നമുക്കിതിലേക്ക് കോട്ടിങ് തയ്യാറാക്കാണ്. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഞാൻ ചേർക്കുന്നുണ്ട്. അതേ കപ്പിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് പൊടിയൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് നോർമൽ സാധാ ഒരു വെള്ളം കൂടി എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ 1/2 മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ നമ്മുടെ ഈ ഒരു കോട്ടിങ്ങിലേക്ക് ഡിപ്പ് ചെയ്യുക. ആദ്യം തന്നെ പൊടികൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു വെള്ളത്തിലേക്കൊന്ന് ഇടുക കേട്ടോ. ഒരു 1, 2, 3 മിനിറ്റ് മാക്സിമം ആ ഒരു ടൈം മാത്രം മതി. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും പൊടിയിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിൽ എക്സ്ട്രാ വരുന്ന പൊടികളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കതിൽ നന്നായിട്ട് കിട്ടുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമുക്ക് ഇതിലേക്ക് ഓയിൽ വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് KFCയിൽ കിട്ടുന്ന അതേ രുചിയിൽ നമ്മുടെ KFC ചിക്കൻ ഇവിടെ തയ്യാറാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു, ബൈ ബൈ.